നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം മകയിരം നക്ഷത്രത്തെക്കുറിച്ചാണ്. മകയിരം നക്ഷത്രക്കാരുടെ 2026 വർഷത്തെ മാർച്ച് 1 തീയതി മുതൽ 15 തീയതി വരെയുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. ഫലങ്ങളെക്കാൾ ഉപരി ഈ മാർച്ച് മാസത്തില് പകുതി വരെ ഇവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും അതുപോലെ തന്നെ എന്തൊക്കെ ഭാഗ്യങ്ങൾ ഇവരിലേക്ക് വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ മകയിരം നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സമയങ്ങളിൽ ഇപ്പോൾ നമ്മളുടെ ഈ വീഡിയോ കാണുന്ന സമയത്ത് മാർച്ച് 1 മുമ്പ് നിങ്ങൾക്ക് ഭയങ്കര ഒരു ആദിയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതായത് ഭാവിയെക്കുറിച്ച് ചെറിയ ആദിയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതിന്റെ ആവശ്യമില്ല. അത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാകുന്നതാണ്. 1 തീയതിയൊക്കെ എത്തുമ്പോഴേക്കും നിങ്ങൾക്കത് മനസ്സിലാകുന്നതാണ്. വളരെ സന്തോഷകരമായിട്ടിരിക്കുക എന്നാണ് ആദ്യം പറയാനുള്ളത്. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലൊക്കെ വളരെ നല്ലൊരു സമയമായിട്ടാണ് കണ്ടുവരുന്നത്. ചില വിള്ളലുകളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ, അപസ്വരങ്ങളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ മാറി കിട്ടുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ വിവാഹമാകാതിരുന്നവർക്കും വിവാഹത്തിനൊക്കെ ഒരു തീരുമാനമാകുന്നതാണ്. ദാമ്പത്തിക സൗഖ്യമാണ്. അതുപോലെ തന്നെ സന്താന ലാഭവും കാണുന്നുണ്ട്. സന്താനങ്ങളൊന്നും ഇല്ലാത്തവർക്ക് സന്താനങ്ങൾ ഉണ്ടാവുന്നു. അതുപോലെ തന്നെ സന്താനങ്ങൾ ഉള്ളവർക്ക് സന്താനങ്ങൾ മൂലം ശ്രേയസ് ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഒരുപാട് കാലമായിട്ട് ചില അസുഖങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളുടെ ആരോഗ്യ പ്രശ്നങ്ങളിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നതാണ്. ചെറിയൊരു ആശ്വാസമൊക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് കാലമായിട്ട് ഉണ്ടായിരുന്ന കടമൊക്കെ നിങ്ങൾക്ക്, ലോണുകളൊക്കെ നിങ്ങൾക്ക് ഒരു പരിധി വരെ അടച്ചു തീർക്കാനൊക്കെ കഴിയുന്ന ഒരു സമയമാണ്. നിങ്ങൾക്കൊന്ന് ആശ്വസിക്കാനുള്ള വകയൊക്കെ ഉണ്ടാവുന്ന സമയമാണ്. ലോട്ടറി ഭാഗ്യമൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. ശത്രുശല്യമൊക്കെ നിങ്ങൾക്ക് മാറുന്നതാണ്. ഒരുപാട് കാലമായിട്ട് ചില ശത്രുക്കളൊക്കെ നിങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു. ചില ഗൂഢശാസ്ത്രം, അതായത് കൂടോത്രം എന്ന് നമ്മൾ ചുരുക്കി പറഞ്ഞാല് അങ്ങനെയുള്ള രീതിയിലൊക്കെ നിങ്ങളെ ചെറിയ ചെറിയ ഉപദ്രവങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടായിരുന്നു. അതൊക്കെ മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. പിതൃക്കളുടെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. കഴിയുമെങ്കിൽ പിതൃക്കളെ സ്മരിക്കാൻ മറക്കരുത്. ദൈവത്തിന്റെ അനുഗ്രഹം വേണ്ടുവോളമുള്ള ഒരു സമയം കൂടിയാണ്. ഇവരുടെ വിദ്യാഭ്യാസത്തില് ഇവർക്ക് ഒരു സമ്മിശ്ര ഫലമാണ് കാണുന്നത്. നിങ്ങൾ വേണ്ട രീതിയിൽ പരിശ്രമിച്ചാൽ മാത്രമേ അതിന് ഫലം ഉണ്ടാകുകയുള്ളൂ. ചില ആളുകൾക്ക് ഭാഗ്യം കൊണ്ട് പരീക്ഷകളിലൊക്കെ രക്ഷപ്പെട്ടു പോകാറുണ്ട്. അങ്ങനെയൊന്നും നിങ്ങൾ രക്ഷപ്പെടുമെന്ന് വിചാരിക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾ പരിശ്രമിക്കണം. പരിശ്രമിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വിജയം ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് വിദ്യാഭ്യാസ കാര്യത്തിൽ നിങ്ങൾ യാതൊരു അമാന്തവും കാണിക്കരുത്. അതിൽ നിങ്ങൾ ഉറച്ചു നിന്ന് ഈ സമയത്തൊന്ന് പരിശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ വാഹനഭാഗ്യമൊക്കെ കാണുന്നുണ്ട്. നിങ്ങളുടെ ഉണ്ടായിരുന്ന വാഹനമൊക്കെ മാറ്റി വാങ്ങുവാനും അല്ലെങ്കിൽ പുതിയ വാഹനമൊക്കെ വന്നു ചേരുവാനും ഒക്കെയുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾ ധനാഗമനത്തിനായിട്ട് പുതിയൊരു മാർഗം കണ്ടെത്തുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾ ഒരുപാട് കാലമായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ആശയങ്ങളൊക്കെ പ്രാവർത്തികമാക്കി അതിലൂടെ ധനാഗമനമൊക്കെ വരുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഷെയർ ബിസിനസ് ഒക്കെ അറിയാമെങ്കിൽ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഷെയർ ബിസിനസ്സിലൊക്കെ ലാഭം ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഷെയർ ബിസിനസ്സിൽ ലാഭം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അറിയാതെ പോയി ചെയ്യരുത്. എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചതിന് ശേഷം നമ്മളുടെ കർമ്മം നമ്മൾ തീർച്ചയായിട്ടും ചെയ്യണം. അതിനുശേഷം മാത്രം പോയി ചെയ്യുക. നിങ്ങൾ ഒരു ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് പല ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ വഴുതി വീഴുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയല്ല, നമ്മൾ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒന്നല്ലധികം ലക്ഷ്യങ്ങൾ വെച്ചാലും ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയെല്ലാം നമ്മൾ പ്രവർത്തിക്കണം. മനസ്സിൽ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മറ്റെന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എങ്ങും എത്താൻ കഴിയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ മുൻപ് പറഞ്ഞു ഉത്കണ്ഠയുടെ കാര്യം. അങ്ങനെ ഉത്കണ്ഠയുടെ കാര്യമൊന്നുമില്ല. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം മാറി വരുന്ന ഒരു സമയത്ത് നിങ്ങൾ മാനസികമായിട്ട് തകർന്ന അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി വെക്കരുത്. താൻ പാതി ദൈവം പാതി എന്നാണ്. നമ്മൾ മൂലമാണ് നമ്മളുടെ പകുതി കാര്യങ്ങളും അവതാളത്തിലാകുന്നത്. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ചില ഹിതമല്ലാത്ത ബന്ധങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഹിതമല്ലാത്തവരെ നമ്മളുടെ കൂട്ടത്തിൽ നിന്നും ഒഴിവാക്കി നിർത്തുക തന്നെ ചെയ്യണം. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് കരുതി നമ്മൾ അവരെ ചേർത്ത് നിർത്തിയാൽ ചേർത്ത് നിർത്തുന്ന ആളുകൾക്ക് വിനയാകുന്നതാണ്.
അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളുടെ പൂർവികന്മാരെ സ്മരിക്കാൻ മറക്കരുത്. പൂർവികന്മാരുടെ അനുഗ്രഹം ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ദൈവ അനുഗ്രഹവും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു സമയമാണ്. നിങ്ങൾ ഏത് ദൈവത്തിലാണോ, ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത്, ആ മതത്തിൽ ഉറച്ചു വിശ്വസിച്ച്, ആ ദൈവത്തിൽ ഉറച്ചു വിശ്വസിച്ച് പ്രാർത്ഥനയോടെ, എന്നും പ്രാർത്ഥന അത്യാവശ്യമാണ്. കാരണം ഭാഗ്യം വരണമെന്നുണ്ടെങ്കിൽ ഈശ്വര അനുഗ്രഹം കൂടിയേ തീരൂ. അതുകൊണ്ട് പ്രാർത്ഥന അത്യാവശ്യമാണ്. പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. എന്നും നിങ്ങൾ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ നാവിൽ നിന്ന് ആദ്യം പുറപ്പെടുവിക്കുന്ന ശബ്ദം, അതിന് ഭയങ്കരമായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി നിങ്ങളെ പൊതിയാൻ കഴിയുന്നതാണ്. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ദൈവത്തിന്റെ മന്ത്രമോ ശ്ലോകമോ പേരോ ഉച്ചരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഉണർന്നെഴുന്നേൽക്കാവുന്നതാണ്. അതൊരു 7 തവണ ഉച്ചരിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ മകയിരം നക്ഷത്രക്കാരുടെ മുഴുവനായിട്ടുള്ള ഒരു ഫലം എടുക്കുകയാണെങ്കിൽ മകയിരം നക്ഷത്രക്കാർക്ക് ഭാഗ്യങ്ങൾ ഏറെയുണ്ട്. എന്നാൽ ഇവർ ശ്രദ്ധിക്കുകയും ചെയ്യണം. ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും വിജയമുണ്ടാകും. ഒരാൾക്കെങ്കിലും ഒരു അന്നദാനം നടത്തുന്ന ഒരു പുണ്യകർമ്മമായിട്ട് നിങ്ങൾ കരുതുക. അങ്ങനെ ചെയ്യാൻ കഴിയുമെങ്കിൽ വളരെ നല്ലത്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.